പ്രവർത്തിക്കുവാനും ഇപ്രകാരമൊക്കെ ചിന്തിക്കുവാനും മലങ്കരയുടെ ശ്രേഷ്ഠ കാതോലിക്കായും കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലീത്തായുമായ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസിന്റെ സ്നേഹ നിർഭരമാകുന്ന സംഭവങ്ങളിലൊന്നും സന്തുഷ്ടനല്ല, മറിച്ച് വേദനപ്പെടുന്നവരുടെ മനസ്സിനെ, നമ്മുടെ പൂർവികരെ വഴി നടത്തിയിട്ടുള്ള ശ്രേഷ്ഠ പിതാവിനെ ഇടങ്ങളിൽ എല്ലാം വ്യക്തമാകുന്ന വ്യക്തിമുദ്രകൾ റിപ്പോർട്ടർ ടിവിയുടെ MD നിൽക്കുമ്പോൾ ഒരു സ്വീകരണം, ഒരു ആദരവ് നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള നമ്മുടെ അഖില മലങ്കര യൂത്ത് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിംഗ് എഡിറ്റർ, എത്രയും ആദരണീയനായ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ, ക്രിസ്തു സുവിശേഷത്തിൽ ആഴത്തിൽ വേരോടിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സഹജീവികളോട് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിനുമുള്ളതായ മനോഭാവമാണ് യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാത്മാഗാന്ധി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് ഇനഫ് ഇൻ ദിസ് വേൾഡ് ഫോർ എവരിബഡി, ബട്ട് ദർ ഈസ് നോട്ട് ഇനഫ് ഇൻ ദിസ് വേൾഡ് ഫോർ വൺസ് ഗ്രീഡ്. മനുഷ്യ സ്നേഹത്താൽ ഒരു വിസ്മയം സൃഷ്ടിച്ച വ്യക്തി, എമരാജ് ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടറും റിപ്പോർട്ടർ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററും 16-ാം വയസ്സിൽ തന്റെ ബിസിനസ് ലോകത്തേക്ക് കടന്ന് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്റെ സാമ്രാജ്യം വ്യാപിച്ച അദ്ദേഹം മാത്രമല്ല ഒരു അതുല്യനായ നേതാവും കരുണയും ദാനശീലവും നിറഞ്ഞ വ്യക്തിക്കുടമയാണ്. വേദിയിലേക്ക് നമ്മുടെ പ്രചോദനമായ യുവ വ്യവസായി ആൻഡ്രൂ അഗസ്റ്റിൻ സാറിനെ ഹൃദയം നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ. എന്നെ അലക്സ് അച്ഛൻ വന്ന് ക്ഷണിക്കുന്ന സമയത്ത് പ്രഥമ ബാവ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്, എന്തായാലും വരണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തിരക്കുണ്ടെങ്കിലും അങ്ങനെ വരാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുര്യാക്കോസ് തിരുമേനിയും മാത്യൂസ് തിരുമേനിയും ബാബ തിരുമേനിയും എല്ലാം ഒന്നിച്ചൊരു വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഞാനും കൂടി ഇരിക്കുന്നത് ഒരു ദൈവാനുഗ്രഹമായി കാണുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട് ഇതുപോലെ യൂത്ത് അസോസിയേഷൻ്റെ ഒരു പരിപാടി ചീഫ് ഗസ്റ്റായി വരാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെ ഒരു അഭിമാനമായി കാണുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളാണ് വരും തലമുറയുടെ എന്താ പറയുക, വരും തലമുറയുടെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. ബാബ തിരുമേനി ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ യുവാക്കൾ ഭൂരിപക്ഷവും വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അത് കുറച്ച് നാളുകളായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. അതൊരു കാലത്തിൻ്റെ കാവ്യനീതിയായിട്ട് കാണുകയല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ മാർഗമില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും വിദ്യാഭ്യാസം നേടിയവർക്കെല്ലാം പറ്റിയ ജോലിയും അതിനനുസരിച്ചുള്ള കഴിവും എല്ലാ സംവിധാനങ്ങളും അതിനുള്ള വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കൊച്ചു കേരളത്തിൽ ഈ 3-3.5 കോടി ജനങ്ങളിൽ ഒരു 10-40 ലക്ഷം വരുന്ന യുവാക്കൾക്ക് ജോലി നൽകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു സത്യാവസ്ഥയുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. Out of 28 churches of the Kochi Diocese, we are winning the 3rd place. A louder round of applause for them, please.